ജനയുഗത്തിലെ ലേഖനത്തിന് മറുപടിയുമായി ഇ.പി. ജയരാജൻ. ഇടതുപക്ഷത്തെ തകർക്കുന്നവരുടെ കയ്യിലെ പാവയായി CPI മാറിയെന്ന് ജയരാജൻ. ജനയുഗം നിലവാര തകർച്ചയുടെ മാധ്യമമായി. CPI അത്ര വലിയ പാർട്ടിയൊന്നുമല്ലെന്നും ഇ.പി. ജയരാജൻ. ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷ വിരുദ്ധരുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുകയാണ് ജനയുഗം. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും അല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണ് എന്ന്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ വമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെന്റിനെയും കളങ്കപ്പെടുത്താൻ CPI ശ്രമിക്കരുത്, അവരൊറ്റപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എന്തൊക്കെയാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്? അജിൻഷാദ്, ലോ അക്കാദമി വിഷയത്തിൽ സർക്കാരും ഇടതുമുന്നണിയും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ആ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് CPI മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ലേഖനത്തിനുള്ള പ്രതികരണമാണ് ഇ.പി. ജയരാജൻ നടത്തിയത്. നിലവാര തകർച്ചയുടെ മാധ്യമമായി ജനയുഗം അധപ്പതിച്ചിരിക്കുന്നു, മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല, അതോടൊപ്പം സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷത്തെ അതോടൊപ്പം CPM-നെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കളിപ്പാവയായി ജനയുഗം മാറുന്നു. CPI-യുടെ കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ വഴിവിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വത്തെയും സംസ്ഥാന മുഖപത്രത്തെയും നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം കൂടി ഇ.പി. ജയരാജൻ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം ഈ ലോ അക്കാദമി വിഷയത്തിൽ ഇടപെട്ട് BJP-യും സംഘപരിവാർ ശക്തികളും നടക്കുന്ന സമരത്തിൽ ഇടപെട്ടുകൊണ്ട് ബുദ്ധിമാന്മാരാവാനുള്ള ഒരു ശ്രമമാണ് CPI-ക്കാർ നടത്തുന്നത്. ഈ ഒരു സമരത്തിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ ഇടതുമുന്നണിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾക്കൊപ്പം CPI ചേരുകയാണെങ്കിൽ അവർക്ക് ഒറ്റപ്പെടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പും ഇ.പി. നൽകുന്നുണ്ട്. അതോടൊപ്പം CPI അത്ര വലിയൊരു പാർട്ടി എല്ലാ മുന്നണിയിൽ CPI-യുടെ ശക്തി വളരെ ചെറുതാണ് എന്നുകൂടി ഇ.പി. ജയരാജൻ ഓർമ്മിപ്പിച്ചു. അതായത് ഇത്രയേറെ വലിയ പ്രതിസന്ധികൾ കൃത്രിമമായി ശത്രുപക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ അവരോടൊപ്പം ചേരുന്നു CPI എന്ന പരിഭവം CPI-നുണ്ട് എന്ന വാക്ക് ഒരുപക്ഷെ ജയരാജൻ വഴി വ്യക്തമാകുന്നു. ഒപ്പം നമ്പൂതിരിയുടെ വെളിച്ചത്തിൽ വാര്യരുടെ ഊണ് എന്ന രീതിയിലേക്ക് ഒരു ചെറിയ പാർട്ടിയാണ് CPI. അതുകൊണ്ട് ആ വലിയ രീതിയിലേക്ക് ബുദ്ധിജീവി ചമയൽ വേണ്ട എന്ന താക്കീതും ജയരാജന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. തീർച്ചയായും അജിൻഷാദ്, ഇടതുമുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന് എതിരായി മുന്നണി എടുത്ത തീരുമാനത്തിൽ, സർക്കാർ എടുത്ത തീരുമാനത്തിൽ അതിന് വിരുദ്ധമായി സംഘപരിവാർ ശക്തികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന സമരം, ആ സമരത്തിൽ മുന്നണി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ടും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താവുന്ന രീതിയിൽ CPI കൂടി പങ്കാളിയായ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം സർക്കാർ ഒത്തുതീർപ്പാക്കിയ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് പ്രത്യേക തരത്തിൽ അന്വേഷണം നടത്തുന്നു. ഇത്തരത്തിൽ ഓരോ വകുപ്പും, ഓരോ പാർട്ടിയും അല്ലെങ്കിൽ ഓരോ വകുപ്പും പ്രത്യേക തരത്തിലുള്ള അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവ എല്ലാം തന്നെ ഒരു ബുദ്ധിമോശമാണ്, അല്ലെങ്കിൽ മുന്നണിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ മുന്നണിയിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് CPI എത്തിച്ചേരുമെന്ന മുന്നറിയിപ്പും ഇ.പി. ജയരാജൻ നൽകുന്നു. ശരി ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.